ചാനൽ ഇറ്റ്സ് മീ ഗെയിംസ് വേൾഡ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ ബെസ്റ്റ് സിമുലേറ്ററായിട്ട് പിന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അപ്പർ സൈഡിൽ ചെറിയൊരു ഫോട്ടോ ആണ് ഗൈസ്, എന്ന് വെച്ചാൽ നമ്മുടെ ഈ കപ്പലൊക്കെ ഇടുന്ന മനസ്സിലായേ ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ ആകാശമൊക്കെ കാണിക്കുന്നു എന്തിരടി. അപ്പോൾ നമ്മളിന്ന് വീഡിയോകളൊക്കെ വോയിസ് ഓവറാണ് ഗൈസ് ചെയ്യുന്നത്. അപ്പം കാണിക്കാം ഗൈസ്. അപ്പുറത്ത് ഫോട്ടോ ഉണ്ട്, കണ്ട ഗൈസ്. ഇപ്പം ഞാൻ ക്യാമറ എടുത്ത് കാണിക്കാം കേട്ടോ. കണ്ട അവിടെ കപ്പൽ കിടക്കുന്നുണ്ട്, കപ്പലാണ് ഗൈസ്. കണ്ട കണ്ട ഗൈസ്, കിടക്കുന്ന ഗൈസ് കപ്പലാണ്, കണ്ടില്ലേ? അതായത് എന്താണ്, ബ്രിഡ്ജ് ദ നാഷൻ, ഇപ്പോൾ ഒരു വലിയ കപ്പലാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഐറ്റം ട്രാവലറാണ് ഗൈസ്. നമ്മുടെ ട്രാവലറാണ്, നമ്മുടെ സ്വന്തം വണ്ടിയാണ് ഗൈസ്. അതുകൊണ്ട് ആ കിടക്കണമുണ്ടല്ലേ, അതാണ് നമ്മുടെ ട്രാവലർ. അപ്പം നമ്മുടെ സ്വന്തം ട്രാവലറാണ് ഗൈസ്. ഇത് നമ്മുടെ ഗ്യാരേജാണ്, ഗ്യാരേജിൻ്റെ ഒരു പറമ്പ് അത്രേ ഉള്ളൂ. അപ്പം നമ്മളുടെ കമ്പാടി ട്രാവൽസിൻ്റെ വണ്ടിയിലൊക്കെ പോകാറുണ്ട്. അത് BMR ആണ്, അതിൻ്റെ ഡെമി അങ്ങനെ എന്തോ ആണ് എഡിഷൻ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഒരു BMR ആണ്, പക്ഷെ വണ്ടി കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്, ഒരു BS4 വണ്ടിയാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ ആ കാണുന്ന വീഡിയോ ഉണ്ടോ, ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ കാണിച്ചിരുന്നത് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോയി കാണിച്ചിരുന്നാണ്ടാ, അതല്ല ഗൈസ്, അത് എൻ്റെ കൺട്രോൾസ് മാറിപ്പോയത്. ആ കാണുന്ന വീട് ഉണ്ട്, 4 AC വെച്ച വീട്, കണ്ട 4 AC വെച്ച വീട്, അതാണ് ഗൈസ് നമ്മുടെ വീട്. അപ്പോൾ വീട് എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ ഇന്നലെ അമ്പാടി കൊണ്ട് പാർക്ക് ചെയ്തതാണ് ഗൈസ് വണ്ടിയുടെ. സത്യത്തിൽ ഞാൻ വണ്ടി ഇവിടെ അല്ലേ ഇടുന്നത്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം വണ്ടി എവിടെയാണ് ഇടുന്നതെന്ന്. ഞാൻ 2 ചാട്ടം ചാടിയാണ് പെട്ടെന്ന് ഇവിടെ എത്തിയത്. ട്രാവലർ കുഴപ്പമില്ല, 26 സീറ്റിൻ്റെ ട്രാവലറാണ്. വണ്ടി ആരായിരിക്കും, ഹരിബിറ്റ്സിൻ്റെ വണ്ടിയാണ് ഗൈസ്, മോഡെടുത്താണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഓട്ടോ എന്ന് പറയുമ്പം ഒരു കല്യാണ ഓട്ടോ ആണ്. അപ്പം എൻ്റെ സൗണ്ട് കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം നമുക്ക് നേരെ വണ്ടിക്കകത്ത് കയറാം. ലോക്ക് ആയി കേട്ടോ. ഓക്കെ, വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്താലോ? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? ആദ്യമേ മറ്റേ ബീപ്പ് ഉണ്ട്. അപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്തിരിക്കുന്നുണ്ട്, അതൊന്നും കിട്ടൂല. ഓക്കെ, അത് കിട്ടാൻ വഴിയില്ല. അപ്പം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കില്ല, ഇഗ്നീഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ബീപ്പ് അടിക്കുന്ന സൗണ്ടാണ്, എനിക്കത് കേൾക്കാം, പക്ഷെ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റില്ല. ഒന്ന് നോക്കിയാൽ മതി, ശ്രദ്ധിച്ച് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കണ്ട, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, നമ്മളൊന്ന് RPM കയറ്റുന്നുണ്ട്. കണ്ട RPM മീറ്ററിലൊന്ന് നോക്കിയാൽ മതി. കണ്ട RPM കയറുന്നുണ്ട് ഗൈസ്, കണ്ട RPM കയറിയില്ലേ? നല്ല രീതിയിൽ RPM കയറ്റിയിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് RPM കയറ്റില്ല, ഓയിൽ പമ്പാണ്, അല്ലേ പിസ്റ്റൻ പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ പയ്യെ എടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്തൊരു അപ്പാർട്ട്മെൻറ്റ് പോലൊരു സെറ്റപ്പ് ഉണ്ട്, അവിടെയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പറമ്പേ. അപ്പോൾ അല്ല, നമുക്ക് ഇനിയിപ്പോൾ നേരെ വണ്ടി എടുത്ത് വിടാം. ആരും വരുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി കയറ്റി വെക്കാൻ നടക്കോട്ട്. ആരും വരുന്നില്ലെന്ന് വിചാരിക്കുന്നു, ഒന്നും കാണാൻ മേല. അപ്പം നേരെ വെച്ചിടും. പക്ഷേ ഈ ട്രാവലറിന് ഇച്ചിരി പുള്ളിങ് കുറവാണ്, ഡീസൽ ഫിൽറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ആയിരിക്കും. എൻ്റെ സെക്കൻഡ് ഗിയറിലിടുമ്പോൾ ഉണ്ട് RPM ഉണ്ട്, പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നൊക്കെ പോകുന്നുണ്ട്. ഓഫായി ഉണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കാല് കൊടുക്കാം. അതായത് ഇച്ചിരി പയ്യാണ് വണ്ടി കയറുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം, വോയിസ് ഓവർ ചെയ്തിരിക്കുന്നതിൻ്റെ ടൈമിങ് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വോയിസ് ഓവർ ചെയ്ത് വീഡിയോ എടുക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഡയറക്റ്റ് ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം ആ കാണുന്ന കണ്ടില്ലേ ഗൈസ്, അതൊരു സ്കൂളാണേ. എനിക്ക് കീ ഫ്രെയിം ഒന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, സ്റ്റോറേജിൻ്റെ പ്രശ്നമായിരിക്കും. ഫോൺ 66-ലാണ് നമ്മൾ എന്ന് വെച്ചാൽ സ്പീഡാണ് ഗൈസ്, 66 കിലോമീറ്റർ സ്പീഡ്. 21 ആക്കി. ഇവിടെ ഒരു ഗട്ടറുണ്ട്. നേരെ ഫസ്റ്റ് ഗിയറിലേക്കാണ് ഇടുന്നത്. 4ാമത്തെ ഗിയറിൽ നിന്നൊക്കെ എടുത്ത് ഞാൻ നേരെ ഫസ്റ്റിലാണ് ഇടുന്നത്. എന്താ വെച്ചാൽ വണ്ടിക്ക് ഇച്ചിരി പുള്ളിങ് കുറവുണ്ട്. കണ്ടേ, കയറ്റത്തിൽ വെച്ച് സെക്കൻഡ് ഇട്ടപ്പോൾ RPM വെച്ച്. ഓക്കെ, ഞാൻ ഇടയ്ക്കൊന്ന് വോളിയം കുറക്കുന്നുണ്ട്. നമുക്ക് വണ്ടി പിന്നെ ഓഫായെന്ന് തോന്നുന്നു ഗൈസ്. റിവേഴ്സ് ചവിട്ടി പിടിക്കും. ഓക്കെ, ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നേരെ ഫസ്റ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഗൈസ്, ചെറിയ മിസ്റ്റേക്കൊക്കെ വരും ഗൈസ്. ഒരു നോട്ടിഫിക്കേഷൻ വന്നേ, അതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കിക്കോളണം. അപ്പം അത് ഞാൻ കരുതിയല്ലേ, സത്യം ഇടയ്ക്ക് കയറി വന്നതാണ്. ഞാനേ ഫോണൊന്ന് സൈലൻ്റ് ആക്കട്ടെ ഗൈസ്, അവിടെ സൈലൻറ്റിൻ്റെ സാധനം. ഓക്കെ, സൈലൻ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഫോൺ, ഇനിയിപ്പം ഒന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വളവെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ശശിയണ്ണൻ്റെ കടയിൽ നിന്ന് നമുക്ക് കുറച്ച് ലൈറ്റ് വർക്കിൻ്റെ പരിപാടി ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യണോ എങ്ങനെയാണെന്ന് എന്തായാലും കയറ്റി കളയാം. ഗൈസ്, അല്ല, ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം എടുത്തത്. ശശിയണ്ണൻ്റെ കട കയറ്റിയിട്ടും കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എന്തായാലും ലൈറ്റൊന്നും എടുത്തില്ല, ഒരു ചെറിയ ട്രിപ്പാണ്.
അപ്പം നമുക്കേ നേരെ ട്രിപ്പ് എടുക്കാൻ പോകാം. ലൈറ്റിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാനിടാം. ഇപ്പോൾ മഴക്കാറൊക്കെ ഉണ്ട് ചെറിയ. ഞാൻ പാർക്ക് ഇട്ടിട്ടുണ്ട്. വൈപ്പർ വിട്ട് ചെറിയ മഴയാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇതാണ്ട് ആ കാണുന്ന കണ്ടോ ഗൈസ്, അവിടെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. നല്ല ബ്രേക്കാണ് ഈ വണ്ടിക്ക്. പക്ഷെ എന്തിനാ പുള്ളിങ് കുറവാണ്. അടുത്ത് തന്നെ ഞാൻ കൊണ്ട് ഡീസൽ ഫിൽറ്റർ ശരിയാക്കും. അപ്പം അടുത്ത് എങ്ങനെ അമ്പാടിയുടെ വണ്ടിക്കകത്ത് പോകുന്ന വീഡിയോ വേണോ, അതോ ട്രാവലർ ഡീസൽ ഫിൽറ്ററും മാറുന്ന വീഡിയോ വേണോ? ഡീസൽ ഫിൽറ്ററും സെറ്റ് വർക്കും ചെയ്യണം. അപ്പം എങ്ങനെയാ? അപ്പം എന്തായാലും ആൾക്കാരൊക്കെ ഒന്ന് കയറട്ടെ. അപ്പം അടുത്ത കട്ടി കാണാം. ഓക്കെ, പാർക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പം എന്തായാലും ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. മഴയെല്ലാം പോയിട്ടുണ്ട്, ആൾക്കാരെല്ലാം കയറി കേട്ടോ. അപ്പം നമുക്ക് നേരെ വണ്ടി ചാട്ടിയപ്പോൾ തന്നെ വൈപ്പർ ഓണായി ഗൈസ്. വൈപ്പർ ഓണായി കിടക്കുകയെന്ന് തോന്നുന്നു. ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി എടുക്കാം. ഈ വണ്ടി ഫസ്റ്റിൽ തന്നെ ഇട്ട് എടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ പോകാനുള്ള എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ആണ് ഗൈസ് പോകേണ്ടത്. ലെഫ്റ്റ് എടുത്ത് നേരെ ഇറങ്ങി പോവുകയാണ് നമുക്ക് വേണ്ടത്. ഇച്ചിരി കറക്റ്റ് അപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. രഞ്ജിത്തേട്ടൻ വിളിച്ചു പറയാന്നാണ് പറഞ്ഞത്. രഞ്ജിത്തേട്ടൻ ഒരു വെൽഫെയർ ആണ് കേട്ടുള്ളത്. വെൽഫെയർ ആയിരുന്നു, ക്രിസ്റ്റി ആയിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും നല്ല വാർത്ത 90-92 കയറിയിട്ടുണ്ട്. നമ്മളെ വണ്ടിക്കകത്ത് 196 ലിറ്റർ ഡീസലുണ്ട്. മിനിഞ്ഞാന്ന് ഫുൾ ടാങ്ക് അടിച്ചായിരുന്നു. ഏകദേശം ഒരു കൊതുകുണ്ട്, അതിന്റെ സൗണ്ട് വീഡിയോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ മോനെ പിടിച്ചാനെ. ജസ്റ്റ് മിസ്. എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ്. ഗൈസ്, ഇടക്കിടക്ക് നമുക്കൊന്ന് പറപ്പിച്ചുവിടാം. ഇടക്കിടക്ക് കൊതുക് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് പറപ്പിച്ചങ്ങോട്ട് വിടാം. 70-72 ആണ്. എനിക്കവിടെ റെയിൽവേ ക്രോസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ട്രക്ക് സ്റ്റേഷനൊക്കെ ഉണ്ട്. കട്ടറാണല്ലോ. എൻ്റെ മോനെ ചേടി പറത്തി പോയി. എൻ്റെ മോനെ പറപ്പിച്ചു വിടാം. ഓക്കെ, ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഓഡിറ്റോറിയം ആണ് ഗൈസ്. ചേച്ചി, അപ്പൊ ഇതാണോന്നൊന്നും അറിയത്തില്ല. ഇതാവാൻ വഴിയില്ല, ഇവിടെ വെച്ച് നടത്തത്തില്ല അങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പറപ്പിച്ചിടാം. രഞ്ജിത്തേട്ടൻ എന്തായാലും ഇവിടെ ആയിരിക്കും, ഇതിൽ ടൗണിൽ വല്ലതും ആയിരിക്കും. ആ ജംഗ്ഷനിലോ ടൗണിലോ മിക്കറും ബൈപ്പാസ് കയറി അപ്പുറത്ത് ഇറങ്ങേണ്ടി വരും. അവിടെ വല്ലതും ആയിരിക്കും. നമുക്ക് എന്തായാലും നേരെ വിടാം. ഓക്കെ, ബസ് സ്റ്റാൻഡിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കോള് വരുന്നുണ്ട്. രഞ്ജിത്തേട്ടനാണെന്ന് തോന്നുന്നു. നമുക്ക് സൈഡ് ഒതുക്കാം, സസാടൊക്കെ ഇടാം. ഇപ്പോൾ ഞാൻ സൈഡ് വഴി ഒതുക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ വണ്ടി നടത്തി കോൾ എടുക്കട്ടെ ഗൈസ്. കസാര ഇട്ടേക്കട്ടെ. ഓക്കെ ഗൈസ്, വിളിച്ചത് രഞ്ജിത്തേട്ടനായിരുന്നു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ കഴിഞ്ഞു പോയിരുന്നല്ലോ ഒരു ഓഡിറ്റോറിയം. അതായിരുന്നു ഗൈസ് റിയൽ ഓഡിറ്റോറിയം. അവിടെ ആയിരുന്നു കയറേണ്ടത്. ഞാൻ കരുതി ടൗണിൽ വല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഡിവൈഡറൊക്കെ ഞാൻ ചാടിക്കടന്ന്. നിങ്ങളാരും ഇങ്ങനെ അനുകരിക്കരുത്. ഓക്കെ, നമുക്ക് നേരെ പറപ്പിച്ചങ്ങോട്ട് വിടാം. സമയം ഇച്ചിരി പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരെ പോവാം. ഇവിടുന്ന് അങ്ങനെ ഡയറക്റ്റ് അതിൽ കൂടി പോകാൻ പറ്റില്ല, വന്ന വഴി കൂടി. അതങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പം നമുക്ക് നേരെ പോവാം ഗൈസ്. ഇതിലെ കൂടി നേരെ പോയിട്ട് നമ്മളാ ക്രോസിൻ്റെ അവിടെ ഇട്ട് യൂട്ടേൺ അടിക്കുക. അവിടെ ഇട്ട് തിരിയുമെന്നൊന്നും അറിയത്തില്ല. 26 സീറ്റിൻ്റെ 12ൻ്റെ വല്ലായിരുന്നു. 12-14 തിരിച്ചിരുന്നു. ഇടിച്ചെന്ന് തോന്നുന്നു. ഇല്ല ഇടിച്ചിട്ടില്ല ഗൈസ്, ഇടിച്ചിട്ടില്ല. ഇങ്ങനെ തട്ടിയിട്ടില്ല, മുട്ടിയിട്ടില്ല. നമുക്ക് ഇച്ചിരി കയറ്റി വെക്കാം. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇച്ചിരി കയറ്റാം. ഇല്ല, കയറത്തില്ല. ഇനി ഒരുപാട് കയറ്റി കഴിഞ്ഞാൽ ആ സാധനം വന്ന് ഇടിക്കും. ഒക്കെ നേരെ തിരിച്ചങ്ങോട്ട് ഒറ്റ തിരിക്കെടുത്തിട്ടുണ്ട്. 30-37 സ്പീഡ്. ഒന്ന് വൈപ്പർ എടുത്തോളൂ. പക്ഷേ ഇവർ ഈ ലൈറ്റെല്ലാം കൊടുത്തിരിക്കുന്നത് വൈപ്പറിലാണ്. അതെനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ വണ്ടി ആണ്ട് കിടക്കുന്ന വെൽഫെയർ ഉണ്ട് ഗൈസ്. അപ്പം നമ്മുടെ വണ്ടി അവിടെ കയറ്റിയിടണം. ഇവിടെ എങ്ങനെ കയറ്റിയിടാൻ പറ്റുമോ? അതായത് സ്റ്റഡി കയറിയിരിക്കാം നമ്മുടെ വണ്ടി. പോർച്ചിൽ കയറെങ്കിൽ നമ്മുടെ വണ്ടി പോർച്ചിനകത്തിനും. മിക്കവാറും പോർച്ചിൽ കയറത്തില്ല, മേളുഭാഗം തട്ടും. നമുക്ക് പയ്യെ കയറ്റാം കേട്ടോ. ഓക്കെ, കയറത്തില്ല പോർച്ചിൽ കയറത്തില്ല. ഓക്കെ, നമുക്ക് അപ്പുറത്തുണ്ട് പാർക്ക്. അവിടെയാണ് വേ ഔട്ട്. അപ്പം എന്തായാലും ഇവിടെ കയറാത്ത ഫസ്റ്റ് വീഴത്തുണ്ട് ഗൈസ്. ഇടയ്ക്കൊരു പ്രശ്നമുണ്ട് അങ്ങനെ. അപ്പം എന്തായാലും പോർച്ചിൽ കയറാത്ത സ്ഥിതിക്ക് നമുക്ക് അവിടെ കൊണ്ട് റിവേഴ്സ് അടിച്ചിടാം. അപ്പോൾ കണ്ട റിവേഴ്സ് അടിക്കാൻ പോവാണ് നമ്മൾ. ചെറിയൊരു ചാറ്റമഴയൊക്കെ ഉണ്ട്. കണ്ട റിവേഴ്സും വീഴത്തില്ല, കണ്ട. ഓക്കെ, റിവേഴ്സ് വീണിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ തിരിച്ച് കയറ്റിയിടാൻ വണ്ടി.
അപ്പം തിരിച്ച് കയറ്റി ഇട്ടിട്ടുണ്ട് കേസ്. ന്യൂട്രലാക്കി വണ്ടി അങ്ങോട്ട് ഓഫാക്കാം. അപ്പോൾ പാർക്കും കൂടി ഓഫ് ചെയ്തേക്കാം. പാർക്കേ കിടക്കുന്നു. സീറ്റ് നമ്മൾ ആദ്യമേ ഡോർ തുറന്നു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ട്രാവലറിനകത്തൊരു പവർ ഡോർ വെച്ചാൽ കൊള്ളുന്നുണ്ട് കേസ്. പാർക്ക് ഓഫീസിൽ ഇതുവരെ ഞാൻ പറഞ്ഞെങ്കിലും. ഓക്കെ, ആൾക്കാരെല്ലാം ഇറങ്ങട്ടെ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവലർ വേണ്ട. അപ്പം ഇനിയിപ്പം ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ പരിപാടി എന്നൊക്കെ നോക്കിയിട്ട് പയ്യെ സ്ഥലം വിടാം. അപ്പം ഒരു 3 ഫ്ലോറിൻ്റെ ഒരു ഓഡിറ്റോറിയം, 2 ഫ്ലോറിൻ്റെ ഒരു ഓഡിറ്റോറിയം, ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ വണ്ടി എടുത്താലോ ഗൈസ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നേരെ. ഓക്കെ, സ്റ്റാർട്ടാം. അതായത് ഇപ്പോൾ വണ്ടി നല്ല മഴയത്തൊക്കെ കിടക്കായിരുന്നു, അതുകൊണ്ട് ഓഫായി പോയി. ഒന്ന് RPM കയറ്റിയേക്കാം. ഓയിലൊന്ന് പമ്പാകണം. ഓയിൽ പമ്പാ നിങ്ങൾ RPM കയറ്റരുത്. നല്ലോണം എഞ്ചിൻ തണുത്തിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ മീറ്ററിനകത്ത് ഈ തണുപ്പ് കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഒന്ന് RPM കയറ്റി ഒന്ന് വണ്ടി ചൂടാക്കിയിട്ട് എടുത്തോണ്ട് പോകാം. അപ്പം ആൾക്കാരെല്ലാം വണ്ടിക്കകത്ത് കയറി ഇരിക്കുകയാണ്. അപ്പം ഒന്ന് RPM കയറ്റുന്നുണ്ട്. RPM മീറ്റർ കണ്ട, ഞാൻ അതിനാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് തിരിച്ചത്. കണ്ട RPM മീറ്റർ റൈറ്റിലോട്ടാണ് ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഫുൾ RPM കയറ്റി. ഇപ്പം ആൾക്കാരൊന്നും പറയത്തില്ല, പറയാത്തോണ്ട് ഭാഗ്യം. ഒക്കെ ഫുൾ RPM ഒക്കെ കയറ്റി നമുക്ക് പയ്യെ എടുത്താലോ എങ്ങനെയാണ്. അപ്പോൾ RPM ഒന്നുകൂടി കെട്ടിയിട്ട് എടുത്തേക്കാം. ഓക്കെ, RPM കുറഞ്ഞിട്ട് നമ്മൾ ഗിയർ ഇടാവുള്ളൂ. കണ്ട ഫസ്റ്റ് വീഴുന്നില്ല ഗൈസ്. ഇടയ്ക്ക് ഇങ്ങനെ റിവേഴ്സിൻ്റെ ന്യൂട്രൽ അങ്ങോട്ടായിപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ വേണ്ട, നമ്മൾ ഫസ്റ്റേക്ക് പയ്യെ എടുക്കാം. ഈ റൂട്ടാകുമ്പോൾ വലിയായിട്ട് പേടിക്കണ്ട. പക്ഷേ ഇത് നല്ല ചെറിയ വണ്ടിയൊക്കെ വരുന്നുണ്ട്, ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ തിരിച്ച് നമ്മൾ അവിടെ കൊണ്ട് വിടണം. അവിടെ കൊണ്ട് വിട്ടിട്ട് നമ്മളെ വണ്ടി കൊണ്ടുവന്ന് ഗ്യാരേജ് ഇടണം. അപ്പം നേരെ പോവാം. ഓക്കെ, ഞാൻ U-turn അടിക്കാമെന്ന് കരുതി. U-turn അടിക്കുമ്പോൾ ഈസി ആയിട്ട് കയറാം. നേരെ പോകണമെങ്കിൽ ഇച്ചിരി താമസം എടുക്കും. അപ്പോൾ നേരെ പോവാം. ഇപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ വരാം. ഇപ്പോൾ നേരെ പോവാം. ഇല്ല നേരെ പോകാം ഗൈസ്. ഓക്കെ, നേരെ പോയാൽ മതി. അപ്പോൾ വണ്ടി ഒരു 60-70 പോകുന്നത് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ക്രോസ് ഓപ്പൺ ആയിരിക്കും. എൻ്റെ പോലെ പവർ സ്റ്റിയറിംഗ് ആണ് കേസ് വണ്ടിക്ക്. ഞാൻ പഴയ ഓടിച്ചുകൊണ്ടിരുന്ന 12 സീറ്റിൻ്റെ ഒരു ട്രാവലർ ഉണ്ടായിരുന്നു. ആ ട്രാവലറിന് പവർ സ്റ്റിയറിംഗ് അല്ല, പവർ സ്റ്റിയറിംഗ് ആണ്, പക്ഷെ പമ്പ് കംപ്ലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എന്താ പറയുക, ഒരു പവർ സ്റ്റിയറിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഒരു മെക്കാനിക്കൽ സ്റ്റിയറിംഗ് പോലത്തെ ഒരു ടൈപ്പാണ്. ചെറിയ കട്ടറുണ്ട് എൻ്റെ മോനെ, അവിടെ നല്ല കട്ടറാണ്. അയ്യോ കണ്ട കേസ്, എൻ്റെ സ്കില്ല് കാരണം ഞാൻ ഇതൊക്കെ വെട്ടിച്ചളഞ്ഞ്. ഇതൊക്കെ പവർ സ്റ്റിയറിംഗ് ആണ് കേട്ടോ. മറ്റേ സാധാ സ്റ്റിയറിംഗ് വെച്ചോണ്ടൊന്നും നടക്കത്തില്ല. അപ്പം നേരെ പറപ്പിച്ചു ഗസ്. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ശശിയണ്ണൻ്റെ അല്ല, സോമണ്ണൻ്റെ നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ. വർക്ക്ഷോപ്പിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അമ്പാടിയുടെ വണ്ടി BMR പണിതതിൻ്റെ ഒരു 2500 രൂപ ബാലൻസ് തരാനുണ്ടായിരുന്നു. ബാലൻസ് തരാനില്ല, അതൊരു പ്രശ്നമായിട്ട് തന്നെയാണ്. ഞാൻ അടുത്ത വീട്ടിൽ പറയാം എന്തായാലും. വേണ്ട, പുള്ളി ഇന്നില്ല. 3rd ഗിയറിലാണ് ഗൈസ്. നമുക്ക് ഹോണൊക്കെ അടിച്ച് കയറാം. പാസ് അടിക്കുന്നുണ്ട് നമ്മൾ. ഹോൺ അടിക്കാൻ എന്നിടെ പറ്റിയില്ല ഗൈസ്, അതുകൊണ്ട് പാസ് അടിച്ചേച്ച് കയറ്റെടുക്കാം. കയറട്ടെ. ഫസ്റ്റ് കിട്ടും ഗൈസ് നമ്മളതിനിടയിൽ. ഓക്കെ, തിരിച്ചങ്ങോട്ട് നിർത്താം ഗൈസ്. 2nd ഗിയറിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ പാട്ടൊന്നും നമ്മൾ ഇട്ടിട്ടില്ല ഗൈസ്. എന്താ വെച്ചാൽ ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെയാണ്. ഇടയ്ക്കൊരാൾ പാട്ടിടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങട്ടെ ഗൈസ്. ഇറങ്ങിയിട്ടുള്ളൊരു വിഷ്വൽ ഇനി നമുക്ക് കാണാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ SG റോഡ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പാട്ട് ആൾക്കാർക്ക് ഇറങ്ങാൻ ഡോർ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇടയ്ക്കൊരു പാട്ടിട്ടായിരുന്നു ഗൈസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് ഇട്ടില്ലെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീരിയോ ഉണ്ട് ഗൈസ്. ഇപ്പോൾ ഡോറെല്ലാം അടച്ചു തന്നിട്ടുണ്ട് ഇവിടുത്തെ ചേട്ടൻ. അപ്പോൾ നമ്മൾ പയ്യെ ഇറക്കിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പാട്ടിട്ടായിരുന്നു. എൻ്റെ പൊന്നോ, പൊരിച്ചതിന് പയ്യെ ചവിട്ടിക്കെട്ടാം. ഓക്കെ, 2nd ഗിയറിലാണ് കയറുന്നത്. ഫസ്റ്റ് ഗിയർ ഇട്ട് വലിക്കുന്നില്ലായിരുന്നു. ഒക്കെ നേരെ കറക്കി അങ്ങോട്ട് എടുത്തേച്ചു. അപ്പം ഇടയ്ക്കൊന്ന് പാട്ടിട്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ പാട്ടിട്ടില്ലെങ്കിൽ ഈ പ്രശ്നമാകും ഗൈസ്. എന്താ വെച്ചാലേ, ഈ ചിലർക്ക് പാട്ട് ഇടണം, അങ്ങനെയാണ് എൻ്റെ ഒരു സെറ്റപ്പ്. പാട്ട് ലൈറ്റായിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് പാട്ടിട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നിർത്തി. സെറ്റ് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് കേസ്. അതാ ശശികണ്ണൻ്റെ കടയിൽ കൊടുക്കണം. ഇപ്പം എന്തായാലും നമുക്കേ നേരെ വണ്ടി കൊണ്ടിട്ട് നമ്മുടെ
പറമ്പിടാം. പറമ്പിട്ട് ലോക്കാക്കിയിട്ട് പോവാം. പറമ്പ് കൂടെ അടുത്താണ്. അപ്പം നമുക്ക് കയറി അങ്ങോട്ട് പോവാം. അവനെ പിടിക്കാനാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചാലൊന്നും അറിയത്തില്ല. അവൻ ഇടയ്ക്കൂടി ചെറുതായിട്ട് ഒരച്ചിക്കൊണ്ട് പോയില്ലേ എന്ന് എനിക്കൊരു സംശയം. അപ്പം അവനെ റൈറ്റ് സൈഡിൽ കൂടി കയറി ഞാൻ എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അവനെ പിടിച്ചിട്ടുണ്ട് കേസ് നമ്മൾ. അവനൊക്കെ 97 ദൂരം അടിച്ച്. ഇതാണ് സോമണ്ണൻ്റെ വർഷം ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. ഭയങ്കര കട്ടറൊക്കെയാണ്. അതൊന്നും ഞാൻ നോക്കിയില്ല. ഇപ്പോൾ കേസ് നമ്മൾ ഒരു ഡ്രിഫ്റ്റ് അടിച്ചാലോ അങ്ങനെയാ. അപ്പോൾ അത് ഡ്രിഫ്റ്റ് സീനാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇട്ടു. ആ പോസ്റ്റ് ഇടിച്ചില്ല ഗൈസ്. എൻ്റെ സ്കില്ലാണ് ഗൈസ്. കാണണ്ട എങ്ങനെയുണ്ട് സംഭവം. ഇതൊന്നും അനുകരിക്കരുത് ഗൈസ്. നിങ്ങൾ ആരും മെയിൻ റോഡിൽ വെച്ചൊന്നും ചെയ്യല്. വലിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ പോസ്റ്റ് അടിക്കാൻ ഭാഗ്യം ഗൈസ്. ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോളണം ഗൈസ്. ഇത് ബസ് സിമുലേറ്ററിൻ്റെ ഫിസിക്സ്ലെസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ കണ്ടോ ഫസ്റ്റ് ഗിയറിലിട്ട് ഞാൻ വണ്ടി, എന്നിട്ട് വണ്ടി ഓഫ് ചെയ്യാവേ. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക് വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ടോ? വണ്ടി ഓഫ് ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ വണ്ടി കിടന്നോളൂ. ഗിയറിലാണ് കിടക്കുന്നത്. ഗിയറിൽ കിടക്കുന്ന വണ്ടി ഒരിക്കലും അനങ്ങാൻ പാടില്ല എന്നാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ കണ്ടോളാം വണ്ടി ഓഫാണ്. ശ്രദ്ധിച്ച് നോക്കണം. ഇറക്കത്തിലാണ്, വണ്ടി ഓഫാണ്. എന്നിട്ട് ഗൈസ് ഞാൻ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആക്കാൻ പോണ്. കണ്ടോ വണ്ടി ഓടി പോകുന്നുണ്ടോ? റിവേഴ്സ് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടില്ല ശരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗിയറിൽ കിടക്കുന്ന വണ്ടി ഒരിക്കലും ഇറങ്ങാൻ പാടില്ല. അതങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. കണ്ടോ അവിടെ ഇടിച്ച് എൻ്റെ പോനെ. എൻ്റെ ബ്രേക്ക് കൂടി കാരണം രക്ഷോട്ട്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നിർത്താം. അപ്പോൾ വണ്ടിയെ നമുക്ക് പയ്യെ കയറ്റിയിട്ടേക്കാം വണ്ടി. ഞാൻ എങ്ങനെയാണ് വണ്ടി കയറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇടിച്ചില്ല. അവിടെ നിന്ന് പയ്യെ റിവേഴ്സ് ഇറക്കും വണ്ടി. ഒന്ന് റിവേഴ്സ് കൊടുത്തിട്ട് വണ്ടി ഓഫ് ചെയ്തോളാം. ന്യൂട്രൽ ഇട്ട് വണ്ടി ഓഫ് ചെയ്തിട്ടോ. ഗിയറിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇടിച്ചെന്നും പറഞ്ഞുള്ള രീതിയിൽ പോയി. അവിടെ നിന്ന് പയ്യെ ഇറങ്ങി വരുന്നുണ്ട്. ഒരു 9-10 കിലോമീറ്റർ സ്പീഡുണ്ട് ഗൈസ്. ഓക്കെ, ഇച്ചിരി സ്പീഡ് കുറവുണ്ട്. ആ തെങ്ങിൻ്റെ ഇടയിൽ കൂടി കയറ്റി ഇടിഞ്ഞ് ഞാൻ ആ ഇറക്കം കണ്ട, ആ ഒരു ചെറിയ കയറ്റത്തിൽ നിന്നുള്ള ഇറക്കം അവിടെയായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം നല്ലൊരു മഴ പെയ്തപ്പോൾ വണ്ടിക്കകത്ത് വെള്ളം കയറി. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഗ്ലാസ് ലീക്ക് ഉണ്ടാകും. വണ്ടിക്കകത്ത് വെള്ളം കയറി. ഇപ്പോൾ ഓഫ് ചെയ്തൊന്ന് കാല് കൊടുത്തിട്ടുണ്ട്, ആക്സിഡൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ വണ്ടി. എന്നിട്ട് വണ്ടി ചവിട്ടി നല്ലോണം. തേങ്ങ വീഴുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കുഴപ്പമില്ലായിരിക്കും അല്ലേ? തേങ്ങ വീഴത്തില്ല, അങ്ങനെ വീഴാൻ പാടില്ല. അതൊരു ഉണക്ക തേങ്ങ, അതിനകത്ത് തേങ്ങയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വണ്ടി ചുറ്റുപാട് നോക്കി ഗ്ലാസ് എല്ലാം ഒക്കെ എല്ലാം നോക്കാം. അവർ ഗ്ലാസ്സൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഓക്കെ, നമുക്ക് വണ്ടി പൂട്ടിയേക്കാം. ഓക്കെ, നമ്മൾ വണ്ടി പൂട്ടിയിട്ടുണ്ട് ഗൈസ്. ചെക്കൻ്റെ എന്താ ലുക്ക്. ഓക്കെ, തേങ്ങയൊന്നും ഇല്ല ഗൈസ് അവിടെ. തേങ്ങ ഉണ്ടെന്ന് ഒരു തേങ്ങ